കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിലൊക്കെ വളരെ വിവാദമായ ഒരു വാർത്തയുണ്ടായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ ഷൈമ ഷിനിവർ എന്ന 19-കാരി ആത്മഹത്യ ചെയ്തു എന്നത്. അതറിഞ്ഞിട്ട് അയൽപക്കത്തുള്ള ഷജീർ എന്ന 19 വയസ്സുള്ള യുവാവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയായിരുന്നു ആ ഒരു വാർത്ത. പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാതെയാണ് ഈ കല്യാണം നടത്തിയത് എന്നൊക്കെയായിരുന്നു ഈ ഒരു വാർത്തയിലൊക്കെ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ വാർത്തയിൽ കേൾക്കുന്നതൊന്നുമല്ലായിരുന്നു വാസ്തവം. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ചില വാർത്താ ചാനലിലും മാധ്യമങ്ങളിലുമൊക്കെ വരുമ്പോൾ അതിൻ്റെ സത്യത്തിൻ്റെ ഒരു 10% മാത്രമേ അതിൽ ഉണ്ടാകുകയുള്ളൂ. ബാക്കി മുഴുവൻ ഭാവനകളോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും കേട്ട വിവരങ്ങളോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ പലപ്പോഴും പുറത്തു വരിക. ഷൈമ ഷിനിവർ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 19 വയസ്സൊന്നുമല്ല, 20 21 വയസ്സ് ഇപ്പോഴുണ്ട്. ഈ പെൺകുട്ടി അയൽപക്കത്തുള്ള ഒരു 19 വയസ്സുള്ള പയ്യനുമായി 4-5 മാസമായിട്ട് പ്രണയത്തിലായിരുന്നു. പയ്യന് 19 വയസ്സ് പൂർത്തിയാവണമെങ്കിൽ ഇനിയും 2 മാസം കൂടി കഴിയും. പ്രാക്ടിക്കലി ഇതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഒന്നാമതൊരു പെൺകുട്ടിയെ നോക്കാനുള്ള തൻ്റെടമോ ജോലിയോ ഒന്നും ചെക്കനില്ല. മാത്രവുമല്ല അവർക്ക് നല്ലൊരു വീടോ കാര്യങ്ങളോ ഒന്നും ചെക്കൻ്റെ വീട്ടുകാർക്കില്ല. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പയ്യനായിരുന്നു. ഒരു കല്യാണമൊക്കെ കഴിക്കണമെങ്കിൽ ഒരു ജോലിയൊക്കെ വേണം. ഇവരുടെ ഇഷ്ടങ്ങളൊക്കെ വീട്ടുകാരും അറിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് പയ്യൻ വിവാഹം ആലോചിച്ചതാണ്. ഗൾഫിലൊക്കെ പോയി ഒരു ജോലി നേടിയാൽ എനിക്കിവളെ നിങ്ങൾ വിവാഹം കഴിച്ചു തരുമോ? 2-3 വർഷം എനിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. 2-3 വർഷം കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം പെൺകുട്ടിക്ക് ഇപ്പോൾ തന്നെ 20-21 വയസ്സൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്രത്തോളം കാത്തു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഈ ബന്ധത്തിൽ നിന്ന് തൽക്കാലം നിങ്ങൾ രണ്ടാളും മാറി നിൽക്കണം. ഇവളുടെ വിവാഹം നടത്തിക്കാൻ പോകുകയാണ്, ഇനിയും വെച്ച് നീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. എല്ലാ രക്ഷിതാക്കളും ചെയ്യുന്ന പോലെ തന്നെയാണ് ആ ഉപ്പയും ആ വീട്ടുകാരും ചെയ്യുന്നത്. അവർ മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഇങ്ങനെ ഈ പ്രണയബന്ധങ്ങളൊക്കെ അവസാനിക്കണം. ഒന്നാമത് ആ കുട്ടിക്ക് പ്രായം കുറവാണ്, നിന്നേക്കാൾ 1-2 വയസ്സിന് ഇളയ കുട്ടിയാണ്. ഇതേ കാര്യങ്ങൾ തന്നെ പയ്യനോടും പറഞ്ഞതാണ്. രണ്ടുപേരും അത് അംഗീകരിക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിക്കുന്നത്. ബന്ധുക്കളുടെ മുമ്പിൽ ഇരുവരും ഇനി ബന്ധമൊന്നും ഉണ്ടാവില്ല, ഇതെല്ലാം അവസാനിച്ചു, ഇതെല്ലാം ക്ലോസ് ആണ്, മറ്റൊരു വിവാഹത്തിന് പെൺകുട്ടി തയ്യാറാവുകയും ഒക്കെ ചെയ്തു. പക്ഷെ അവരുടെ മനസ്സിൽ അപ്പോഴും സ്നേഹമുണ്ടായിരുന്നു. അവർ വീണ്ടും കോണ്ടാക്ട് ചെയ്യുകയാണ് വീട്ടുകാരറിയാതെ. ഇരുവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകലാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർ അത്രക്ക് സ്നേഹിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ പയ്യൻ ഈ ഇടയ്ക്ക് വിഷമം സഹിക്കവയ്യാതെ വീട്ടിലുള്ള മുതിർന്നവർ കഴിക്കുന്ന ഗുളികകളൊക്കെ എടുത്തു കഴിച്ചു. ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. വീട്ടുകാർ അത് അറിയുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഇവനെ റിക്കവർ ആക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇവനെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഇവൻ ഫോൺ എടുക്കുന്നില്ല. രണ്ടുപേരും മരിക്കാൻ ഇതിനിടയ്ക്ക് തീരുമാനിച്ചതായിരുന്നു. മരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ജീവൻ ഒടുക്കിയതിന് ശേഷം മാത്രമേ നീ ജീവൻ ഒടുക്കാൻ പാടുള്ളൂ. ഷൈമ നിരന്തരം പയ്യനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അവൾ കരുതി ഞാൻ മരിക്കുന്നതിൻ്റെ മുൻപേ തന്നെ നേരത്തെ തന്നെ അവൻ മരിക്കാൻ ശ്രമിച്ചിരിക്കും, ഒരു പക്ഷെ മരണം സംഭവിച്ചു കാണും, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ അവൻ ഫോൺ എടുക്കാതിരിക്കില്ല. തൻ്റെ പ്രിയപ്പെട്ടവൻ ഇത്തരത്തിൽ ജീവനൊടുക്കി എന്ന് വിശ്വസിച്ച് ആ പെൺകുട്ടിയും സമാനമായിട്ട് ജീവനൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ പെൺകുട്ടിയുടെ ജീവൻ പോയി. തന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, തന്നെ നഷ്ടപ്പെടുന്നതിൻ്റെ പേരിൽ മാത്രമാണ് അയാളുടെ ജീവൻ പോയത്. അങ്ങനെ കരുതിയിട്ടാണ് പെൺകുട്ടിയും ജീവൻ ഒടുക്കിയത്. ഈ പയ്യൻ ഇങ്ങനെ ഉറക്ക ഗുളികയൊക്കെ കഴിച്ച് ഉറങ്ങിപ്പോയിരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും ഉണരാത്തത് കണ്ടപ്പോൾ വീട്ടുകാർ ഇവനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചപ്പോഴാണ് അവൻ മറ്റേതോ ഒരു മയക്കത്തിലാണെന്ന് ഇവർ തിരിച്ചറിയുന്നത്. ആ സമയത്താണ് ഈ പെൺകുട്ടി മരണപ്പെട്ട വിവരം ഈ വീട്ടുകാർ അറിയുന്നത്. അതോടുകൂടി സീനാകെ മാറി. അവനാകെ സങ്കടമായി മാറി. കാരണം അത്രയും സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ജീവനൊടുക്കി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മാനസിക നിലയൊക്കെ തെറ്റി. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വീട്ടിൽ അവൻ്റെ സുഹൃത്തുക്കളൊക്കെ കാത്തിരുന്നു. കാരണം ഇനിയും അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അവർക്കറിയാം. ഇനിയൊരു കയ്യബദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ നടത്തിയിരുന്നത്. പക്ഷേ അവന് ബാത്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെട്ട് ബാത്റൂമിലേക്ക് പോയി. എല്ലാവരും കരുതിയത് അവന് ബാത്റൂമിൽ പോകേണ്ട ആവശ്യത്തിന് പോയതാണെന്നാണ്. പക്ഷെ അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ജീവൻ എടുക്കണം. അവളില്ലാത്തൊരു ലോകത്ത് എനിക്കിനി ജീവിക്കണ്ട. അതുകൊണ്ട് തന്നെ അവന് മരിക്കണമെന്ന് ഉറച്ചു തീരുമാനിച്ചു. അങ്ങനെ അവൻ കൈനരമ്പ് മുറിച്ച് ജീവൻ എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ സിസ്റ്ററിനും എന്തോ സംശയം തോന്നി വേഗം തന്നെ വാതിൽ ബലമായി തുറന്ന് അകത്ത് കടന്നപ്പോൾ അവൻ ജീവൻ ഒടുക്കാൻ ശ്രമിച്ച നിലയിലായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രണയം എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്.
ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം അത് സംഭവിക്കുന്നുമുണ്ട്. നമ്മൾ പാരൻസ് തന്നെ ഇവരെ ബ്രേക്കപ്പ് ആക്കുമ്പോൾ ഈ ബ്രേക്കപ്പിന്റെ ഒരു ഘട്ടം വലിയ മാനസിക പിന്തുണ കിട്ടേണ്ട ഒരു സമയമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ രക്ഷിതാക്കൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു പ്രണയബന്ധമുണ്ട്, നമുക്കറിയാം, അങ്ങനെയുണ്ട്, ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാക്ടിക്കലി പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടോ അവർ ബലമായിട്ടോ അല്ലാതെയോ ബ്രേക്കപ്പ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങളെ മുമ്പിൽ അവർ ബ്രേക്കപ്പ് ചെയ്തു എന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തേക്കാം. അവർക്ക് കൃത്യമായിട്ടൊരു പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കണം. കൗൺസിലിംഗ് കൊടുത്തിട്ട് അവരുടെ മനസ്സിൽ നിന്ന് അത് നീക്കം ചെയ്യാൻ ബോധപൂർവം നമ്മൾ അവരെ സഹായിക്കണം. പ്രണയം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. വേരുപിടിച്ചൊരു പ്രണയബന്ധത്തെ നമ്മൾ അകറ്റാൻ ശ്രമിച്ചാൽ, നമ്മൾ ഫോഴ്സ് ചെയ്തോ അല്ലാതെയോ അകറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ശക്തമായിട്ട് വളരുക മാത്രമേ ചെയ്യൂ. മുൻപുള്ളതിനേക്കാൾ ശക്തി കൂടുതലായിരിക്കും ആ പ്രണയത്തിന്. പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടിയായിരുന്നാലും വീട്ടുകാർ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർക്ക് കിട്ടേണ്ടതും കൊടുക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ്. നമ്മളെ കുട്ടികളുമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം. അവർക്കൊരാളോട് ക്രഷ് തോന്നിയാൽ, ഒരു പ്രണയബന്ധം തുടങ്ങുന്നതിൻ്റെ മുൻപ് തന്നെ നമ്മളോട് പറയാൻ പറ്റണം, എനിക്ക് ഇന്ന ഒരാളുമായിട്ട് ഇഷ്ടമുണ്ട്, ആ പെൺകുട്ടിയോട് എനിക്ക് സ്നേഹം തോന്നുന്നുണ്ട്, ഇന്ന പയ്യൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, ഈ ബന്ധം നമുക്ക് ശരിയാവില്ല, ഇത് പ്രാക്ടിക്കൽ ആവില്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഈ ബന്ധം നമുക്ക് ചേരില്ല, നമുക്ക് ചേരുന്നൊരു ബന്ധം വരുമ്പോൾ, നമുക്ക് പറ്റുന്നൊരു ബന്ധം വരുമ്പോൾ നമുക്ക് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ മനസ്സിലാക്കാനും മുളയിലേ നുള്ളാനും സാധിക്കും. നമ്മുടെ കുട്ടികളെ നിർബന്ധിച്ച് നമ്മൾ ബ്രേക്കപ്പ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് കൗൺസിലിംഗ് അത്യാവശ്യമാണ്. 2-3 സെഷനൊക്കെ കഴിഞ്ഞ് മെൻ്റലി അവർ റിക്കവറി ആവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. കാരണം ആ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ നടക്കുന്നതല്ല. രക്ഷിതാക്കൾക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവില്ല. കാരണം രക്ഷിതാക്കൾ ഒരു പക്ഷേ അത്തരം ഒരു ഫീലിങ്ങിലൂടെ പഠിക്കുന്ന കാലത്ത് അത്തരം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായ ആളുകളാവണമെന്നില്ല. പ്രണയവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും, പക്ഷേ അത്രയും തീവ്രമായ ഒന്നും ആയിരിക്കില്ല. ചില ബ്രേക്കപ്പിംഗ് ആയ ആളുകളൊക്കെ കണ്ടില്ല, മറ്റുള്ളവരെ ഇല്ലാതാക്കുന്ന ആളുകളുണ്ട്, ആസിഡ് ഒഴിക്കുന്നവരുണ്ട്, വെടിവെച്ച് കൊല്ലുന്നവരുണ്ട്, കുത്തി വീഴ്ത്തുന്നവരുണ്ട്, അതിനേക്കാൾ കൂടുതൽ സ്വയം ഇല്ലാതാകുന്നവരുമുണ്ട്. ആ ഒരു സമയം, ബ്രേക്കപ്പിൻ്റെ ആ ഒരു സമയം കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള നമ്മളുടെ കുട്ടികളെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു കൗൺസിലിങ്ങും തെറാപ്പിയും ഒക്കെ ചെയ്ത് അവരെ മെൻ്റലി റിക്കവർ ആക്കി എടുക്കാൻ നമ്മൾ അവരെ സഹായിക്കണം. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് മനസ്സിന് യാതൊരു ബലവുമില്ല. അവർക്കൊരു ചെറിയ പ്രശ്നം പോലും താങ്ങാൻ പറ്റുന്നില്ല. ഒരു ബ്രേക്കപ്പ് ആയതിൻ്റെ പേരിൽ ഒന്നുകിൽ ഓപ്പോസിറ്റുള്ള ആളെ കൊല്ലും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും. അതിനിടയിൽ നമ്മളെ സ്നേഹിക്കുന്ന, അത്രയും കാലം പോറ്റി വലുതാക്കിയ തൻ്റെ പാരൻസിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. അത് പ്രണയബന്ധം എന്നൊന്നുമില്ല, മറ്റെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ മതി അവരുടെ ജീവൻ ഇല്ലാതാക്കാൻ. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിഷമത്തിലൂടെ നമ്മളെ മക്കൾ കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അവരോടൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം. സ്നേഹത്തോടെ അവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരെ റിക്കവർ ആക്കി എടുക്കണം. അതിനായി എല്ലാ പേരൻസിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.